കടക്കുമ്പത്തിന് വിളിക്കും ഇക്ക ഒന്ന് ഇവിടെ തന്നെ ഒന്ന് എടുത്താണേ അത് തൊട്ടടുത്തുള്ള തക്കാളി എടുക്കാനൊക്കെ എന്നെ അവിടെ വിളിച്ചെടുത്തോ. ഹായ്, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ ഇൻട്രോയിൽ ഞാൻ മാത്രമുള്ളൂ. ഞാൻ അടുക്കളയിലാണ്, എന്താ പനിയിലാണ്. പാത്രം കഴുകാണ്ട് നിൽക്കാൻ വെള്ളം എപ്പോഴും വന്നിട്ടില്ല. ഇവിടെ ഒക്കെ ഒരാളല്ലേ ഇക്കരെ കാണിച്ചില്ല. ഞാൻ ഉറങ്ങാണ്. എന്താ ഒരാളെ ഉറങ്ങണുണ്ട് നിങ്ങള്? ഇക്ക എന്താ ഉറക്കാണ്? നോമ്പും പിടിച്ചിട്ട് ഉറങ്ങന്നെ ഫുൾ ഉറക്കാണ് നോമ്പായിട്ട്. ഞാൻ പോവാ കഷ്ടപ്പെട്ട് പഴിയെടുക്കണോ. ഇക്ക ഇവിടെ സുഖമായിട്ട് ഉറങ്ങണോ ലക്ക? എണീച്ചാ എണീക്ക്. നോക്ക്, ഞാൻ വീഡിയോ എടുക്കണ്ട്. നോക്ക്, കണ്ടോ ഞാൻ ഒറ്റക്ക് അടുക്കളയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കും. കൂർക്കം വലിച്ചുറങ്ങണേ. ഉപ്പ അടച്ചിട്ടുള്ളു. വെള്ളമില്ലാത്ത പ്രശ്നമൊക്കെ എല്ലാവർക്കും അറിയാലോ. വെള്ളം ഞാനാ കോരിന്ന് ഫുള്ള് മുത്തൂസ് അവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ കൊണ്ടുവന്നേക്കാം. മാത്രം മുത്തൂസിന്റെ പണി. ഞാനാ ഫുള്ള് കോരി കേട്ട് എടുത്തിട്ടുണ്ടാവും വെള്ളത്തിന്റെ കാര്യം. അല്ല, ഒരു കാര്യം പറഞ്ഞാണേ. അപ്പൊ ഒരു വിചാരിക്കും ഞാൻ ഒരു പണിയെടുക്കാണ്ട് കിടക്കാണെന്ന്. ഞാന് പറയുമ്പോ പേടി പോയിട്ട് വന്ന് കിടന്നതാണ്. ഞാന് മറ്റേ പെട്ടെന്ന് ഉറക്കുന്ന വിളിച്ചു കഴിഞ്ഞാൽ ഓർമ്മയില്ലാണ്ട് പറഞ്ഞിട്ടുണ്ടായത്. ഞാൻ പേടി പോയിട്ട് വന്നല്ലേ. പേടി പോയി വന്നിട്ട് ഇപ്പൊ കടന്നു ജസ്റ്റ് ഒന്ന് കടന്നിട്ടുള്ളൂ. അപ്പത്തിന് ഓളാണ് പണിയൊക്കെ എടുക്കണെന്നുള്ള നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ട് വന്നേക്ക. എനിക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ അറിയാലോ ആരും പണിയെടുക്കല്ലേ. ചെറുതായിട്ട് സഹായിക്കുന്ന പറയുമ്പോ എങ്ങനെയാന്നറിയോ? ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, ജ്യൂസ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ കറി മറ്റേ ചിക്കൻ അരിഞ്ഞു കൊടുക്കുക, മറ്റേ പത്തിരി വരത്തി കൊടുക്കുക, തുടങ്ങിയിട്ടുള്ള എല്ലാ പണി ഞാന് മൊത്തം ഇങ്ങനെ വെറുതെ നോക്കി വെക്കണതാണ്. ആണ് അതെന്റെ വാസ്തവം. അതാണ് ഞാൻ അവിടെ പറയണില്ല. പറഞ്ഞ ഒത്തിരി സങ്കടാവില്ല. ഫുള്ള് പണി ഞാൻ എടുക്കല് പറഞ്ഞാല് അപ്പൊ ഞാൻ തള്ളായി. ഇതാണ് പ്രശ്നം. എന്നിട്ട് എന്തൊക്കെ അയക്കണം എന്നാ പോര്, ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ അയക്കണം എന്നുള്ള നോക്കാലോ. എങ്ങനെ വെള്ളം കൊണ്ട് കളിച്ചിരുന്ന മുത്തൂസാണ് അറിവ് കണ്ടില്ലേ? ബക്കറ്റില് തുള്ളി വെള്ളം വെച്ചിട്ട് കൈകള് മുത്തൂസന്നെ ഒറ്റ കോരി കൊണ്ടല്ലേ. എന്നിട്ടിപ്പോ എന്താ ആകെ പപ്പടം പൊരിച്ചില് മാത്രമേ ചെയ്തിക്കണേ മുത്തൂസ്? പപ്പടം പൊരിച്ചൊക്കെ ഉണ്ടോ? അത് മാത്രം ഞാൻ പോയി കടന്നുറങ്ങിയ ശേഷം ചെയ്തിക്കണത്. അല്ല മുത്തൂസ്, ഇതെന്താണ്? ഓ, ചൂട് കബാബ്. മുത്തൂസ് ഇന്ന് സ്പെഷ്യൽ ഇതാണ്, മുട്ട കബാബ്. പിന്നെ അതിലെന്താണ്? ചിക്കൻ കറി. ഇന്ന് കട്ടൻ ചായക്കാരല്ലേ? പാൽ ചായയാണ്. ഞാനടുത്ത് ഇങ്ങനെ എന്തായതല്ലേ. അപ്പൊ ഇന്നത്തെ ഐറ്റംസുകൾ എത്രയൊക്കെയാണെന്ന് അപ്പൊ മുത്തൂസ് പറയണത്. പരിപ്പ് അന്ന് കുട്ടികൾ പരിപ്പ് കറിയൊക്കെയാണ് രാത്രിക്കുള്ള അത്താഴത്തേക്കത്തിന്. രാത്രി വേണമെന്നുണ്ടെങ്കിൽ ചോറും തിന്നാണ്. വേറെന്താ ചിക്കൻ എന്താ പറഞ്ഞ വെള്ളം പറഞ്ഞേക്ക. പിന്നെ പുട്ടുപൊടി വാങ്ങാൻ കിട്ടണോണ്ട് നല്ല സുഖമാണ്. ഇപ്പൊ ഞാൻ കടയിൽ പോയേക്കുന്നുണ്ട്. അവിടെ ഉണ്ട് മറ്റേ ദോശന്റെ മാവ് ഇരിക്കണ. തന്നെ ഞാൻ കണ്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കടയിൽ പോയിക്കൊണ്ട്. ഫ്രിഡ്ജിലുണ്ട് അവിടെ വെള്ളപ്പത്തിന്റെ ഇഡ്ഡലിന്റെ ഇതൊക്കെ ഒക്കെ ഇരിക്കണം. ഞാൻ ആദ്യമായിട്ടാ കണ്ടു. ഞാൻ കടയിൽ പോയിട്ട് സാധാരണ ഞാൻ സാധനം മേടിക്കല്. ഞാൻ ആദ്യമായിട്ടാ കണ്ടത്. പിന്നെ തേനിന്റെ ബിസിനസ് നമുക്ക് ഉള്ളതാണ്. പാർക്കല് തേമാണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ അടുക്കളയിൽ കണ്ടെടുത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പോയി ഉപയോഗിക്കുന്നത് തേനടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആരും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് നമ്മള് തരും. നല്ല ഒറിജിനൽ തേനും തേനെല്ലിക്ക് ചെറുതേനും വലിയ തേനൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ യൂട്യൂബിൽ തന്നെ വീട്ടിട്ടില്ല.
ഫേസ്ബുക്കിലല്ല, ഫേസ്ബുക്കിൽ നിന്ന് കണ്ടമാനം ഓർഡർ നമുക്ക് വരലുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ സ്ഥിരമായിട്ട് അതിന്റെ വീഡിയോ എല്ലായിടത്തും കേരളത്തിലും അതേപോലെ ഇന്ത്യയിൽ ഒട്ടാകെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. പക്ഷെ കൊറിയർ ചാർജ് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് മാറും. കേരളത്തിലൊക്കെ നോർമൽ ഒരേ റേറ്റ് തന്നെയാണ്. കേരളം വിട്ട പിന്നെ തമിഴ്നാട് കർണാടക ഒക്കെ ആകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരും. പക്ഷെ നമ്മൾ തേൻ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന അതേ റേറ്റ് നമ്മൾ എല്ലാവരും കൊടുക്കുക. കൊറിയർ ചാർജ് എത്രയാണ് എക്സ്ട്രാ വരുന്നത് ഞങ്ങൾ തരും വേണ്ടതരം. അപ്പൊ തേനല്ല ഒറിജിനൽ തേൻ വേണ്ടവരൊക്കെ വിളിച്ചിട്ടുണ്ടോ? നമ്മള് സാധാരണ എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ നമ്മള് തേൻ നമ്മള് ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ തേൻ കൊടുക്കുക. എല്ലാ ദിവസം ചെക്ക് ചെയ്തിട്ട് ഒറിജിനൽ അല്ലാന്ന് തോന്നിയാല് തിരിച്ചയക്ക എന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമ്മള് സാധനം കൊടുക്കല്. പക്ഷെ തേന്റെ കാര്യത്തിൽ നമ്മള് പക്ക നമ്മള് ഒറിജിനൽ തേനല്ലേ കൊണ്ടുവന്നേക്കണേല് ഭൂരിഭാഗം തന്നവളാണ്. അപ്പൊ തേന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും തേന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളുണ്ടോ. 380 ഒരു കിലോത്തിന് വരുന്നത്. അര കിലോത്തിന് 200 രൂപയാണ്. ചെറുതേന് 2800 അര കിലോക്ക് 1400. തേനെല്ലിക്കൊക്കെ വരുന്നത് 120 രൂപ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ വേണ്ടവരൊക്കെ വിളിച്ചോളുണ്ടോ. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. തേനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. ഇതിൽ വാട്സപ്പും ഉണ്ട്. വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ തേൻ വേണ്ടവർ കിട്ടും. ഞാൻ തേൻ കാണിച്ചു കൊടുക്കട്ടെ മുത്തച്ഛൻ. നോമ്പായിട്ട് കുറച്ചേ കൊണ്ടുവന്നിട്ടുണ്ട്. നോമ്പായിട്ട് കച്ചവടം കുറവാണ്. പക്ഷെ സാധനം ഇഷ്ടം പോലെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തെങ്കിൽ കുറവാണെന്നുള്ളൂ. ഇതാ തേൻ നെല്ലിക്ക ഇതാ കണ്ടല്ലേ, തേൻ നെല്ലിക്ക. അതേപോലെ തന്നെ അരൻ്റെ തേന്, 1 kg തേന്, അതേപോലെ തന്നെ ഇതാ ചെറുതേന്. ഈ ഐറ്റംസൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ വിളിച്ചോളുണ്ടോ. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. തേന് ഇത് കണ്ടിട്ട് നോക്കണ്ട കേട്ടോ. നമ്മളടുത്ത് ഇതായി കാണുന്ന റാക്കിലൊക്കെ നമ്മളടുത്ത് സാധനം ഫുള്ള് തേനുണ്ട്. വേണ്ടവരൊക്കെ വിളിച്ചോളുണ്ടോ. തേനെ ഒരുപാടുണ്ട്. നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തെങ്കിലും കുറവാണെന്നുള്ളൂ. അപ്പോൾ മുത്തൂസേ തേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട്. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആവശ്യക്കാരൊക്കെ വിളിച്ചോളുണ്ടോ. പിന്നെ ഇപ്പം എന്താണ് മുത്തൂസിൻ്റെ അടുക്കള നിങ്ങൾ നല്ലപോലെ കണ്ടോ കേട്ടോ. നിങ്ങൾ അടുക്കള ഒന്നും കണ്ടിട്ടില്ല നല്ലപോലെ. ഇങ്ങനെ ഗ്ലാസും സാധനങ്ങളും ഇതൊക്കെ വെക്കാനുള്ളത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാണ്. മുത്തൂസിന് ഇവിടെ നിന്ന് പെട്ടെന്ന് പണിയെടുക്കുമ്പോൾ സാധനമൊക്കെ എടുത്തിട്ട് വെക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഇറക്കാണ് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടിയിലൊന്നും കമ്പോർഡ് അടിച്ചില്ല. അതല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വന്തം വർക്കാകുമ്പോൾ ചെയ്തിട്ട് ഭയങ്കര പണിക്കാറ്. മറ്റേതൊക്കെ നമ്മൾ കടം പറഞ്ഞിട്ടും കുറേശ്ശെ കൊടുത്തിട്ടൊക്കെ തീരും. പക്ഷെ നമ്മളെ അലുമിനിയത്തിന് വർക്കാകുമ്പോൾ നമ്മളെ വർക്ക് തന്നെ ആകുമ്പോൾ നമുക്ക് കടം കിട്ടലും നമുക്ക് വേറൊരു വർക്കിന് നമുക്ക് കൊണ്ടുപോകുന്ന കടക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ വിഷയം വരുമ്പോ അങ്ങനെയൊക്കെ ആവുമ്പോ പൈസക്ക് ആവട്ടെ, പൈസക്ക് ആയിട്ട് സാധനം വെച്ചല്ലോ. അല്ല വീടുണ്ടാക്കിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷം ആവണുള്ളൂ. 1 വർഷമായോ? ജനുവരിക്ക് 1 വർഷമായി. 1 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ കടങ്ങളൊക്കെ തീരുന്ന ഇതൊക്കെ ആവണുള്ളൂ. എല്ലാം റെഡി ആവും. അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ വെക്കും. കടങ്ങൾ കുറച്ചുണ്ട്. ഇപ്പൊ വിൽപ്പണി കഴിഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നോർമലായിട്ടുള്ള ആളുകൾക്കൊക്കെ വെച്ചുള്ള കടങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം കടങ്ങളുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് താഴെ കിച്ചണിൽ താഴെ ഒന്നും വെച്ചിട്ടില്ല. ഉണ്ടല്ലോ ഒക്കെ ഓപ്പണായി കിടക്കുകയാണ്. ഇതിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തട്ടടിച്ചു. അതേപോലെ തന്നെ പാത്രങ്ങൾ വെക്കാൻ ഇതാ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തു. പിന്നെ ഇവിടെ മുത്തൂസിന് മറ്റേ എടുത്തൊക്കെയുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അല്ല മുത്തൂസ് ഷോന്റെ പ്ലേറ്റുകളൊക്കെ അതിനുള്ള എടുത്ത് വെച്ചിരിക്കണം. ഞങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്ത് വെക്കും. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. എന്ത് മുത്തൂസിന് പെട്ടെന്ന് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് അവിടെ ഒന്നും പറഞ്ഞുണ്ടാക്കിയൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയാൽ കൊടുത്തു. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ അടുക്കളയിൽ ഉണ്ടല്ലേ മുത്തൂസേ. ഓരോരുത്തരും ഇങ്ങനെ പല കമന്റിലും പല കാര്യങ്ങളൊക്കെ ചോദിക്കും. ചിലർ ചോദിക്കും വീട് കാണിച്ചു തരാൻ പറയും. ചിലവര് അടുക്കളയിൽ മേശ ഉണ്ട്, മുത്തൂസിന് മുകളില് ഫാൻ വെച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും മുത്തൂസിന് അടുക്കളയിൽ തന്നെ നമ്മള് അവിടെ ഹോളിക്ക് പോയില്ല. ഹോളില് വേറെ മേശ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങള് ഹോളിക്ക് പോയില്ല. ഇവിടെ ഇരുന്നിട്ട് കൂടുതലായിട്ട് ഇവിടെ തന്നെ ചെയ്യല്ലേ. ഫുഡ് കഴിക്കില്ല. അല്ലെങ്കിൽ അവിടെ ആകെ പരത്തിടും. മുത്തൂസിന് പണിയെടുക്കാൻ വേണ്ടിയാണ്. അല്ല ആരൊക്കെ പിന്നെ നേരത്തൊക്കെ അപ്പൊ ഇത് പറയാനുള്ള കാരണം ചില ആളുകൾ ചോദിക്കലുണ്ട്, വീടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ ഇതിലൊക്കെ പറച്ചിലുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചു തരാൻ നടക്കൂല. പലപ്പോഴും വൃത്തികേടായിട്ട് മറ്റേതൊക്കെ കിടക്കുമ്പോ അത് നടക്കൂല. ഇതിപ്പോ ഈ പണിയുന്നുണ്ട്. അല്ലെങ്കിൽ രാവിലെ സാധാരണ പോലെ രാവിലെ വൈകുന്നേരം വരെ ഫുള്ള്
ഒരു കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാ വെച്ചാൽ പല ആളുകൾ പല ചോദിക്കലുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോ ചോദിച്ചു മുത്തൂസിന്റെ പേരെന്താന്ന് ചോദിച്ചിരുന്നു. എന്റെ പേര് ഷംന. എല്ലാരും മുത്തൂസനെ വിളിച്ചിട്ട് മുത്തൂസിന്റെ പേരെന്താ അറിയില്ല. മുത്തൂസിന്റെ പേര് ഷംന. ഷംനാവി. ഷംനാവി. പേരെന്താ അറിയാം? എന്റെ പേര് ആർക്കും ചായ ചോദിച്ചില്ലാണ്ട് പറയണ്ട. ചാനലിന്റെ പേരായിട്ട് അറിയില്ല എല്ലാവർക്കും. എന്നാലും എന്റെ പേരില്ലല്ലേ. അതിലേക്ക് ഒരു TH കൂട്ടിയാതി. മുത്തൂസിന് മാത്രമുള്ള ഫാൻസ് എനിക്ക് ഫാൻസ് ഒന്നുമില്ല. പാവം ഞാനല്ലേ. എന്താ സന്തോഷം തരാ. അപ്പൊ അങ്ങനെ പാവം എന്റെ മുത്തൂസ്. വീഡിയോയില് പറയാനുണ്ടോ? എന്താ ചെയ്യാ. ഞാന് മറ്റേ പറഞ്ഞ പോലെ ക്ഷീണം കൊണ്ട് ഞാൻ കുറച്ചുകൂടെ പോയി കടന്നുറങ്ങി കണ്ടില്ലേ, തച്ച് നീപ്പിച്ചു. ഇതാണ് അവസ്ഥ. എന്റെ അവസ്ഥ പണിയാണ്. അതെല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാര് അഞ്ച് ഡ്രസ് എടുത്താല് അപ്പ വരും എന്തെങ്കിലും കൊണ്ട്. ഒന്നുമില്ല, ഞാനിതാ ഈ സോഫയിൽ ഒരു 5 മിനിറ്റ് കടന്ന ഒരു കാര്യമില്ല, വെറുതെ വിളിച്ചു ഇക്ക ഒന്നിവിടെ എന്താണ് ഇല്ലേ, വിളിക്കലില്ലേ? അങ്ങനല്ല, അവിടുന്ന് വന്നിട്ട് അവിടെ കടന്നിട്ടുണ്ടാവുള്ളൂ. കടക്കുമ്പത്തിന് വിളിക്കും ഇക്ക ഒന്നിവിടെ തന്നെ ഒന്ന് എടുത്താണേ. അത് തൊട്ടടുത്തുള്ള തക്കാളി എടുക്കാനൊക്കെ എന്നെ അവിടെ വിളിച്ചെടുത്തോ. അതാണ് വിന്റെ അവസ്ഥ. ഇന്ന് മുത്തൂസ് ഉന്നക്കായ ഉണ്ടായിക്കണ. ആ മുട്ട കബാബിലെ എന്റെ മുത്തൂസിന്റെ സഹായിച്ചില്ലാന്ന് പറയരുത് കേട്ടോ. ഞാൻ അത് ചായ ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചൂടാക്കേണ്ട അവസ്ഥ തന്നെ. അങ്ങനെ തന്നെ ഇന്നലത്തെ ചായ ചൂടാക്കിട്ടൊക്കെ തരാം. അപ്പൊ മുത്തൂസേ എന്തൊക്കെയാ സ്പെഷ്യൽ ഒന്നും കാണിച്ചു കൊടുത്താലെന്നാ പറഞ്ഞോളൂ. പുട്ട്, പിന്നെ ചിക്കൻ കറി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ വത്തക്ക വെള്ളം ഉണ്ടാക്കി. വത്തക്ക വെള്ളം പിന്നെ എന്തൊക്കെയുള്ളത്? ആര് വത്തക്ക ജ്യൂസാണ്. പിന്നെ എന്തൊക്കെയുള്ളത്? പിന്നെ മുട്ട കബാബ്, പിന്നെ പപ്പടം, പുട്ടുക്ക് പപ്പടം, പിന്നെ പാൽ ചായ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നാളെ പുതിയ സ്പെഷ്യലും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാൻ. ബൈ.